അനുസ്മരണ ദിനങ്ങളൊക്കെ വെറും ആചരണങ്ങൾ മാത്രമായി മാറുന്നിടത്താണ് മാർ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരിക. തിരുക്കുടുംബത്തിൻ്റെ പാലകനായി, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായി, നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി നിലകൊള്ളുന്ന മാർ യൗസേപ്പ് പിതാവ് ദൈവഹിതത്തെ എത്രമാത്രം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയെന്ന് ചിന്തിക്കുന്നിടത്താണ് തീർച്ചയായും മാർ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക കാലഘട്ടത്തിന് അനുസൃതമായി വരേണ്ടുന്നത്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനുള്ള വലിയ മനസ്സ് നമുക്ക് അനിവാര്യമാണ്. മേലധികാരികളിൽ നിന്ന്, സഭാധികാരികളിൽ നിന്ന്, മുതിർന്ന തലമുറയിൽ നിന്ന് ശിക്ഷണം നൽകാൻ യോഗ്യതയുള്ള ആളുകളിൽ നിന്നൊക്കെ വരുന്ന സ്വരം ദൈവത്തിൻ്റെ സ്വരമായി തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുകയാണ്. ഒപ്പം ഭൗതികമായ സമ്പത്തിനപ്പുറത്തേക്ക് ആത്മീയതയുടെ കരുത്തുൾക്കൊള്ളാനായി മാർ യൗസേപ്പ് കാണിച്ച വലിയ ഹിതമുണ്ട്. രാജകൽപ്പനകളെ അതേപടി അനുസരിക്കുകയാണ്. ദൈവഹിതത്തോട് വഴങ്ങി നമുക്കും ജീവിക്കാം. അതിന് പ്രേരണ